ഗ്രഹണങ്ങൾ എന്ന ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കുറച്ച് ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഒരു ആകാശഗോളത്തിൻ്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശവസ്തു സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്നതിനെ പറയുന്നത് ഗ്രഹണം. ഒരു ആകാശഗോളത്തിൻ്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശവസ്തു സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്നതിനെ പറയുന്നത് ഗ്രഹണം. ഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോൾ. ഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോൾ. പ്രധാനമായും മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രഹണങ്ങൾ രണ്ട്. ഏതൊക്കെയാണവ? സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി ദിനങ്ങളിൽ. ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി ദിനങ്ങളിൽ. ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ ഡാർജൻ സ്കെയിൽ. ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ ഡാർജൻ സ്കെയിൽ. സൂര്യഗ്രഹണത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസ്ത്രജ്ഞൻ ഥെയിൽസ്. സൂര്യഗ്രഹണത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസ്ത്രജ്ഞൻ ഥെയിൽസ്. സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിനങ്ങളിലായിരിക്കും. സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിനങ്ങളായിരിക്കും. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി ദിനങ്ങളിലും സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിനങ്ങളിലുമായിരിക്കും. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൻ്റെ ചരിവ് കാരണം എല്ലാ കറുത്തവാവിനും സൂര്യഗ്രഹണം ഉണ്ടാകുന്നില്ല. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൻ്റെ ചരിവ് കാരണം എല്ലാ കറുത്തവാവിനും സൂര്യഗ്രഹണം ഉണ്ടാകുന്നില്ല. സൂര്യഗ്രഹണം ഏതൊക്കെ വിധത്തിൽ ഭൂമിയിൽ പ്രകടമാകുന്നു? പൂർണ്ണ സൂര്യഗ്രഹണം, ഭാഗിക ഗ്രഹണം, വലയഗ്രഹണം. സൂര്യഗ്രഹണം ഏതൊക്കെ വിധത്തിൽ ഭൂമിയിൽ പ്രകടമാകുന്നു? പൂർണ്ണ സൂര്യഗ്രഹണം, ഭാഗിക ഗ്രഹണം, വലയഗ്രഹണം. പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പാത്ത് ഓഫ് ടോട്ടാലിറ്റി. പൂർണ്ണ സൂര്യഗ്രഹണം അറിയപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പാത്ത് ഓഫ് ടോട്ടാലിറ്റി. വലയഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുമ്പോൾ. വലയഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുമ്പോൾ. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങൾ. ബെയ്ലീസ് ബീഡ്സ്, ഡയമണ്ട് റിങ്. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങൾ. ബെയ്ലീസ് ബീഡ്സ് അതുകൂടാതെ ഡയമണ്ട് റിങ് എന്നീ രണ്ട് പ്രതിഭാസങ്ങളാണ്. സൂര്യഗ്രഹണ നിഴലുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉംബ്ര, പെനുംബ്ര. സൂര്യഗ്രഹണ നിഴലുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉംബ്ര, പെനുംബ്ര. സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ രീതി പ്രതിപതന രീതി. സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ രീതി പ്രതിപതന രീതി. കണ്ണാടി, ദൂരദർശിനി എന്നിവ ഉപയോഗിച്ച് സൂര്യൻ്റെ പ്രതിബിംബം ചുമരിൽ പ്രതിഫലിപ്പിച്ച് സൂര്യഗ്രഹണം വീക്ഷിക്കുന്ന രീതിയാണ് പ്രതിപതന രീതി. കണ്ണാടി, സൂര്യദർശിനി എന്നിവ ഉപയോഗിച്ച് സൂര്യൻ്റെ പ്രതിബിംബം ചുമരിൽ പ്രതിഫലിപ്പിച്ച് സൂര്യഗ്രഹണം വീക്ഷിക്കുന്ന രീതിയാണ് പ്രതിപതന രീതി. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ഭൂമിക്കും മധ്യത്തിലായി ചന്ദ്രൻ വരുമ്പോഴാണ്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ഭൂമിക്കും മധ്യത്തിലായി ചന്ദ്രൻ വരുമ്പോൾ. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും മധ്യത്തിലായി ഭൂമി വരുമ്പോൾ. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും മധ്യത്തിലായി ഭൂമി എത്തുമ്പോൾ. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലിനോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലിനോളജി. ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ സെലിനോഗ്രാഫി. ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ സെലിനോഗ്രാഫി. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഗ്രഹങ്ങൾ സ്വയം കറങ്ങുന്നതോടൊപ്പം ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സ്വയം കറങ്ങുന്നതിനോടൊപ്പം ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. പ്ലാനറ്റ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അലഞ്ഞു തിരിയുന്നവ. പ്ലാനറ്റ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അലഞ്ഞു തിരിയുന്നവ. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഭ്രമണപഥം. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഭ്രമണപഥം. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തിരിക്കാം? ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ,
വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഏറ്റവും ദൈർഘ്യമേറിയ ഭ്രമണപഥമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും ദൈർഘ്യമേറിയ ഭ്രമണപഥമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ദൈർഘ്യം കുറഞ്ഞ ഭ്രമണപഥമുള്ള ഗ്രഹം ബുധൻ. ദൈർഘ്യം കുറഞ്ഞ ഭ്രമണപഥമുള്ള ഗ്രഹം ബുധൻ. ഗ്രഹങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോഹണ ക്രമത്തിൽ എങ്ങനെ നമുക്ക് രേഖപ്പെടുത്താം? ഗ്രഹങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോഹണ ക്രമത്തിൽ രേഖപ്പെടുത്തുമ്പോൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഒരു ആകാശവസ്തുവിന് നാമകരണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടന ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ IAU. ഒരു ആകാശവസ്തുവിന് നാമകരണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടന ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ IAU. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച ഗ്രഹനിയമങ്ങൾ. ഒരു ആകാശവസ്തുവിന് ഗോളാകൃതി കൈവരിക്കുവാൻ ആവശ്യമായ ഗുരുത്വബലം ഉണ്ടാകണം. സൂര്യനെ മാത്രം വലം വയ്ക്കുകയും സാമാന്യം വ്യാസമുള്ളതും ആയിരിക്കണം. തടസ്സങ്ങളില്ലാത്ത ഭ്രമണപഥം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച ഗ്രഹനിയമങ്ങൾ? 3 അതിൽ പറയുന്നത്. പ്രധാനപ്പെട്ട 3. അതിലൊന്നാമത്തത്, ഒരു ആകാശവസ്തുവിന് ഗോളാകൃതി കൈവരിക്കുവാൻ ആവശ്യമായ ഗുരുത്വബലം ഉണ്ടാകണം. സൂര്യനെ മാത്രം വലം വയ്ക്കുകയും സാമാന്യം വ്യാസമുള്ളതുമായിരിക്കണം. തടസ്സങ്ങളില്ലാത്ത ഭ്രമണപഥം ഉണ്ടായിരിക്കണം. സാന്ദ്രത കൂടിയതും താരതമ്യേന വലിപ്പം കുറഞ്ഞവയുമാണ് അന്തർഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. സാന്ദ്രത കൂടിയതും താരതമ്യേന വലിപ്പം കുറഞ്ഞവയുമാണ് അന്തർഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അന്തർഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഏതൊക്കെയാണ് അന്തർഗ്രഹങ്ങൾ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയവയുമാണ് ബാഹ്യഗ്രഹങ്ങൾ. സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയവയുമാണ് ബാഹ്യഗ്രഹങ്ങൾ. ബാഹ്യഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ബാഹ്യഗ്രഹങ്ങൾ. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യഗ്രഹങ്ങളാണ്. ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ജോവിയൻ ഗ്രഹങ്ങൾ. ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ജോവിയൻ ഗ്രഹങ്ങൾ. അന്തർഗ്രഹങ്ങൾ ഖരാവസ്ഥയിലും ബാഹ്യഗ്രഹങ്ങൾ വാതകാവസ്ഥയിലും കാണപ്പെടുന്നു. അന്തർഗ്രഹങ്ങൾ ഖരാവസ്ഥയിലും ബാഹ്യഗ്രഹങ്ങൾ വാതകാവസ്ഥയിലും കാണപ്പെടുന്നു. 2019 സെപ്റ്റംബറിൽ ഗവേഷകർ ജലാംശം കണ്ടെത്തിയ ബാഹ്യഗ്രഹമാണ് K2-18b. 2019 സെപ്റ്റംബറിൽ ഗവേഷകർ ജലാംശം കണ്ടെത്തിയ ബാഹ്യഗ്രഹം K2-18b. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേര് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേര് ഉപഗ്രഹങ്ങൾ. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ചത് 1960. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ചത് 1960. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കാം.